ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു JM ജേണി. തുടരും ഭയങ്കരമായിട്ടുള്ള സക്സസ്ഫുൾ റണ്ണിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോ നോക്കിയാലും അത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ 7 ദിവസവും ഭയങ്കരമായിട്ടുള്ള ഷോസ് ആണ് നടക്കുന്നത്. ഹൗസ്ഫുൾ ഷോസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നു. അതായത് കുറെ ആയിട്ട് നല്ലൊരു പടമില്ലാത്ത ലാലേട്ടൻ്റെ ഒരു പോസിറ്റീവ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സ്ലീപ്പർ സെൽസ് വരെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടെ പോയാലും ഒരു ഏജ് ആയിട്ടുള്ള ഒരു അമ്മമ്മേനോ അച്ഛനെയോ ഒക്കെ കാണാം. അത്ര അധികം ആളുകൾ എൻജോയ് ചെയ്തുകൊണ്ട് കണ്ടിരിക്കുന്ന സിനിമ. എന്തായാലും ഇതിന്റെ സക്സസ് ട്രെയിലർ വന്നിട്ടുണ്ട്. തുടരും സക്സസ് ട്രെയിലർ. മോഹൻലാൽ, ശോഭന, പ്രകാശ് വർമ്മ, ആ പേര് നമ്മൾ വീണ്ടും പറയുന്നത് പ്രകാശ് വർമ്മ എന്നുള്ളത് ഭയങ്കരമാണ്. തരുൺ മൂർത്തി, ഓഫ്കോഴ്സ് തരുൺ മൂർത്തി എന്ന് പറയുന്ന പേരും നമ്മൾ പിന്നെയും പറയേണ്ടതാണ്. സോ ട്രെയിലർ വന്നിട്ടുണ്ട്. 2 മിനിറ്റ് 9 സെക്കൻഡാണ് ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. സിനിമ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പോഴും ഉള്ളിൽ തന്നെ കിടക്കുക. എന്തൊരു എൻജോയ്മെന്റിൽ, എന്തൊരു സന്തോഷത്തോടെ, എത്ര സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് തിയേറ്റർ വിട്ട് ഇറങ്ങിയത് എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് കിടക്കുന്നുണ്ട്. ഒരു മൊമെന്റ്, ഇതിന്റെ റിവ്യൂ പറയുന്ന മൊമെന്റ്, കാറിൽ റിവ്യൂ പറയുന്ന മൊമെന്റ് ഒക്കെ ഉള്ളിൽ നിന്ന് കിടക്കുകയാണ്. അപ്പൊ അത്ര ഹാപ്പി ആയിട്ടുള്ള സിനിമ ഒന്നുകൂടെ കാണുന്നുണ്ട്. രണ്ടാമത് കാണാൻ പറ്റിയിട്ടില്ല. ഫാമിലി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. കുഞ്ഞ് സമയമായിട്ടില്ല. തിയേറ്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടെ ബുദ്ധിമുട്ടാവും കരുതിയിട്ട്, അഥവാ കരഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടെ ബുദ്ധിമുട്ടാവും കരുതിയിട്ടാണ് അങ്ങനെ പോവാത്തത്. സോ എന്തായാലും ട്രെയിലർ കണ്ടുനോക്കാം. സക്സസ് ട്രെയിലർ റെഡി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. ശരിക്കുള്ള പേര് ഷൺമുഖം എന്നാണ്. ബെൻസ് എന്ന് വിളിക്കും. സാറേ വണ്ടി കൊടുക്കാൻ പറ്റില്ല. സാറേ രാവിലെ പട്ടി ഷോ രാവിലെ ഇട്ട ഷർട്ട് നിങ്ങൾ കഴുകിയല്ലേ? അതെന്തിനാ കഴുകിയത്? ചോറ് വല്ലതും പറ്റിയോ ബെൻസേ? കമ്പത്തെ കഥയും ദൂരമല്ല ജോർജ് സാറേ. ഈ സീനെങ്ങനെ അല്ലറച്ച് ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ല. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്. അവന്മാരെ സൂക്ഷിക്കണം. ഇത് എന്റെ കഥയാണ്. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. ഓഫ്കോഴ്സ് ഒരു നായകൻ നിങ്ങൾ തന്നെയാണ്. നിന്റെ ഒക്കെ കൂട്ടത്തോടെ പറഞ്ഞേരെ ഒറ്റ വീട് കാട് കയറിയെന്ന്. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. ഈ ഒരു സീനെന്റെ മോനെ എന്റെ മോനെ റണ്ണിങ് സക്സസ്ഫുള്ളി. അതിൻ്റെ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് സക്സസ്ഫുൾ ആയിട്ട് ഇത് ഓടുന്നതിൽ. ഈ ട്രെയിലർ കാണുമ്പോഴേ സിനിമ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ മുഴുവൻ സിനിമ ഇതിൻ്റെ ഇടയിൽ ഈ 2 മിനിറ്റിൻ്റെ ഇടയിൽ നമ്മുടെ ഉള്ളിൽ കയറി ഇറങ്ങിപ്പോകും. കാരണം ഓരോ മൊമെന്റും ഓരോ ഷോട്ടും ഗംഭീരം എന്നാണ് പറയുള്ളത്. അത്തരത്തിലൊരു സിനിമ. സോ ഈ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു 2-2.5 മണിക്കൂർ നേരമുള്ള ഫുൾ മൊമെന്റ്സ് നമ്മളോട് ഇങ്ങനെ എവിടേക്കോ കയറി ഇറങ്ങാം. അപ്പോൾ ആ മോൻ്റെ പേഴ്സ് എടുത്തതിന് ശേഷം ലാലേട്ടൻ്റെ കൈ ഇങ്ങനെ അവളുടെ ഷോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. കുറച്ച് നേരം, അത് ഒരു 6-7 മിനിറ്റ് ഉണ്ട് തോന്നുന്നു എനിക്ക്, കരച്ചില്. അത് ഒരു കുളിമുറിയിലുള്ള സീനൊക്കെ ഉണ്ട്. ഫുൾ പൈപ്പ് തുറന്നിട്ടിട്ട് ഞാനത് നോക്കിയിരിക്കുന്നു. പൈപ്പ് തുറന്നതിന് ശേഷം ബക്കറ്റിൽ നിറഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ടുണ്ട്. ആ വെള്ളത്തിൽ നിന്നിട്ട് പുള്ളി കരയാണ്. അതിന് നമുക്കറിയാം ഇപ്പോൾ വീഴും, കരഞ്ഞ് കുഴങ്ങി വീഴും. ഞാൻ വീഴുമ്പോൾ നോക്കാതെ എങ്ങനെ ഒരിക്കലും വീഴാം. കാരണം അവിടെ ഈ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ സൈഡ് തട്ടിക്കഴിഞ്ഞാൽ വേദന ഉണ്ടാവും. വളരെ നാച്ചുറൽ ആയിട്ട് അതിനെക്കൊണ്ട് വീണു ആ സൈഡ് കൂടെ. എന്ത് രസം. എന്നിട്ട് അവിടെ കടന്ന് കരയാം. ലാലേട്ടനിലെ പെർഫോമർ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ തെളുങ്ങ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ മുരുക എന്ന് പറയുന്ന സാധനം, ആ ഫൈറ്റിന്റെ മുമ്പുള്ള മുരുക ഫുട്ടൊക്കെ ഉണ്ടല്ലോ, അതും
അതല്ലാതെ എനിക്ക് ഇന്റർവെല്ലിലാണ് എനിക്കല്ല അങ്ങനെ മുകളിലേക്ക് വിട്ട് മുരുകാതെ വിളിച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ട്. അതൊക്കെ സൂപ്പർ സാധനമായിരുന്നു. ആൻഡ് തുടരും എഴുതി കാണിച്ചത് ഈ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനയായിട്ട് ലാലേട്ടനെ കണക്ട് ചെയ്തിരിക്കുന്ന വിധം. ആൻഡ് ഇനി ഇത് തുറന്നു പറയാനൊന്നുമില്ല, മോഹൻലാലിനെ എഴുതി കാണിക്കുമ്പോൾ നമ്മുടെ ഒരു ഒറ്റക്കൊമ്പം വന്ന് ഞാൻ നിൽക്കുന്നിട്ടാണ് മോഹൻലാലിനെ എഴുതി കാണിക്കുന്നത്. അവിടേക്ക് ബ്രില്യൻസ് എന്ന് പറയുന്നത് എന്ത് രസമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നറിയോ. അതുപോലെ ഇതിലെ ജോർജ് സാർ, എൻ്റെ അമ്മോ, ഇത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അയാൾ പറയുന്നുണ്ട് ഇത് എന്റെ കഥയാളാ, ഇതിലെ നായകൻ ഞാനാടാം. ആ സമയത്ത് നമ്മൾ പറയാം അതെ നിങ്ങൾ തന്നെയാണ് നായകൻ നമുക്ക് പറയാൻ തോന്നുന്ന സമയത്തൊക്കെ പെർഫോമൻസ് വൈസ് ലാലേട്ടന്റെ മുകളിൽ പോയി എന്നല്ല, പക്ഷെ ലാലേട്ടനൊപ്പം പിടിച്ച് കാരണം അതിനേക്കാൾ വലിയൊരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടാനുണ്ടോ? കാരണം ലാലേട്ടനെ പോലെ ഒരു പെർഫോമറുടെ കൂടെ കട്ടക്ക് നിന്നു എന്ന് പറഞ്ഞാൽ ഒരു തരി നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. അത്ര ബെസ്റ്റ് പെർഫോമർ ലാലേട്ടന്റെ കൂടെ തന്നെ, അങ്ങനെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഫൈറ്റ് സീനിൽ ഇതിൽ തന്നെ കാണിച്ച പോലെ ആ ഒരു ഫ്രെയിമില് ആ ചില്ല് പൊട്ടിച്ച ശേഷം ആ ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ കൂടെ ചാടി വരുന്ന സീൻ ഉണ്ട്. എന്റെ മോനെ, ഞാൻ രണ്ടാമത്തെ റിവ്യൂ ഇട്ട സമയത്ത്, സ്പെഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ട സമയത്ത് ഞാൻ വോയിസ് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ആർപ്പുകളി, അതും അവിടെ മാളിലുള്ള ചെറിയ അധികം ആൾക്കാർ കൊള്ളാത്ത തിയേറ്ററിൽ ഇത്ര അലമ്പാണെങ്കിൽ അത് ഫെയർലാൻഡ് പോലെ 450 സീറ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് കാണുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ളത്. എനിക്കത് വീണ്ടും കാണുന്നുണ്ട്, പക്ഷെ ടൈം കിട്ടുന്നില്ല. അതിന്റെ ഇടയിൽ പിന്നെ റെട്രോ വന്നു, പിന്നെ ഹിറ്റ് വന്നു, സമയം കിട്ടത്തുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇനി പല ആളുകളും പറഞ്ഞു കേൾക്കുന്ന ഒരു നെഗറ്റീവ് എന്നുള്ളത് ഒന്ന് ശോഭനയാണ്. ശോഭന അവർ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രെയിലറിൽ വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ട പോലെ കുറച്ച് ഏജ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ അത് എല്ലാ മനുഷ്യരും എല്ലാ കാലത്തും ഒരേപോലെ ഇരിക്കുമല്ലോ. ബട്ട് പെർഫോമൻസ് വൈസ് ഒന്നും പറയാനില്ല, നല്ല പെർഫോമൻസ് ആണ്. ആൻഡ് ഒരു സീനിൽ ഇങ്ങനെ നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ആ ജോർജ് സാറ് നോക്കുന്ന ഒരു സീനാണ്, കണ്ണങ്ങനെ ഭയങ്കരമാണ്. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മോശം പറയാനൊന്നുമില്ല. അങ്ങനെ എന്താ പറയാ, എനിക്ക് വേറെ പല ആൾക്കാരും അപ്ഡേറ്റ് ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ കണ്ടുപിടിക്കണമെന്നാണ്. കുശുമ്പ് കുയിന്ന് തലയിൽ കയറിയിട്ട് നല്ല പറയില്ല, അമ്മാതിരി സാധനമാണ് തുടരും. സോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ട, അല്ലെങ്കിൽ നഷ്ടമാണ്. മസ്റ്റ് തിയേറ്റർ വാച്ച് ഫിലിമാണ്. ജെയ്ക്സ് ബിജോയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന മ്യൂസിക് ആൻഡ് ആ വലിയ സ്ക്രീനിൽ ലാലേട്ടൻ്റെ ഒക്കെ പെർഫോമൻസ് നമുക്കങ്ങനെ കാണാം. മുഖത്ത് വരുന്ന ഭാവങ്ങളും ഭയങ്കരമായിട്ടുള്ള സാധനമാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. എന്ന് വെച്ചാൽ ഇപ്പോഴും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ